ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മൈ മെൻറ്റർ PSCയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. PSCയുടെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും നിങ്ങളുടെ ഇഷ്ട ജോലി കണ്ടെത്തുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതിനായി മൈ മെൻറ്റർ PSC ഈ പരീക്ഷയുടെ തൊട്ടു മുമ്പിലായി നിങ്ങൾക്കായി പ്രീവിയസ് ചോദ്യങ്ങളുടെയും അതുപോലെ തന്നെ മോഡൽ ചോദ്യങ്ങളുടെയും ഒരു വിശകലന ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ആ ക്ലാസ്സിൻ്റെ ഭാഗമായാണ് ഇന്നത്തെയും നമ്മുടെ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ ക്ലാസ്സുകൾ നിങ്ങൾ ഇതിനകം കണ്ടിരിക്കും. അതിൻ്റെ തുടർച്ചയെന്നോളം ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടത് നോക്കി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. രാജ്യസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആര്? രാജ്യസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് രാജ്യസഭ, എസ്.എൻ. മുഖർജി, എസ്.എൻ. മിശ്ര, ഗുലാം നബി ആസാദ്, കമലാപതി ത്രിപാഠി. നോക്കൂ, ആദ്യ ഓപ്പോസിഷൻ ലീഡറാണ് ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരാശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ട് പേരുകൾ ഏതാണ്ട് സമാനമായി കിടക്കുകയാണ്. എസ്.എൻ. മുഖർജിയും എസ്.എൻ. മിശ്രയും എന്നാണ് ഇവിടെയുള്ള ഒരു രണ്ട് സമാനമായി ഇനിഷ്യൽ വരുന്നത് കൊണ്ട് ചെറിയ ഒരു ആശയക്കുഴപ്പം നമ്മൾക്കുണ്ട്. പക്ഷേ ഇവിടെ ഓർക്കുക, ഇത് എസ്.എൻ. മിശ്രയാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2. ഇവിടെ ആൻസർ പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. രണ്ടാമത്തതാണ് ആൻസർ എന്ന് നിങ്ങൾ ഓർമ്മിച്ചോളുക. എസ്.എൻ. മിശ്ര. രാജ്യസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എസ്.എൻ. മിശ്രയാണ്. എസ്.എൻ. മുഖർജിയോ രാജ്യസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് എസ്.എൻ. മുഖർജി. ഓർത്തോളുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എസ്.എൻ. മുഖർജി രാജ്യസഭയിലെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ എസ്.എൻ. മിശ്ര രാജ്യസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. രണ്ടാമത്തതാണ് ഉത്തരം. ഗുലാം നബി ആസാദ് ആരാണെന്നും കൂടെ നമ്മൾ ഓർക്കുക. ദീർഘകാലം ഇന്ത്യയുടെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നയാളാണ് ഗുലാം നബി ആസാദ്. ലോങ്ങസ്റ്റ് സെർവിങ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഗുലാം നബി ആസാദ്. കമലാപതി ത്രിപാഠി, അദ്ദേഹവും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു പ്രധാന ചോദ്യം ചോദിക്കാം. രാജ്യസഭയിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം വഹിച്ചിരുന്ന ആദ്യ വ്യക്തി ആരാണ്? അത് കമലാപതി ത്രിപാഠി. അപ്പോൾ എന്താണ്? ക്യാബിനറ്റ് റാങ്കോടുകൂടി രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി കമലാപതി ത്രിപാഠി. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായ വ്യക്തി ഗുലാം നബി ആസാദ്. രാജ്യസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? എസ്.എൻ. മിശ്ര. എസ്.എൻ. മുഖർജി രാജ്യസഭയിലെ ആദ്യത്തെ ആരാണ്? സെക്രട്ടറി ജനറലാണ്. ബാക്കിയൊക്കെ പ്രതിപക്ഷ നേതാക്കളാണ്. അപ്പം നിലവിലെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാജ്യസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. മല്ലികാർജുൻ ഖാർഗെയാണ് നിലവിലെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. നോക്കൂ, അടുത്ത ചോദ്യം എന്താണ് പറയുന്നത്? പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാവ് ചെയർമാനായുള്ള പാർലമെൻ്ററി കമ്മിറ്റി ഏതാണ്? പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാവ് ചെയർമാനായുള്ള പാർലമെൻ്ററി കമ്മിറ്റി ഏത്? അതായത് വിച്ച് പാർലമെൻ്ററി കമ്മിറ്റി ഈസ് നോർമലി ചെയർഡ് ബൈ എ പ്രോമിനൻ്റ് മെമ്പർ ഓഫ് ഓപ്പോസിഷൻ പാർട്ടി. പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാവ് തന്നെ ചെയർമാനായിരിക്കേണ്ട ഒരു പാർലമെൻ്ററി കമ്മിറ്റി ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആണോ? എസ്റ്റിമേറ്റ് കമ്മിറ്റി ആണോ?
കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് ആണോ അതോ എത്തിക്സ് കമ്മിറ്റി ആണോ? പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാവ് ചെയർമാനായി വരേണ്ടത് ഒരു സംശയവും വേണ്ട PAC എന്നൊക്കെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തന്നെയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി 1921 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നിലവിൽ വരുന്നത്. ഏത് നിയമപ്രകാരം? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നിലവിൽ വന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയാം. ഏത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പാർലമെൻറ്റ് കമ്മിറ്റികളുടെ മാതാവെന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഈ വിശദാംശങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. 22 അംഗങ്ങളാണ് ആ കമ്മിറ്റിയിലുള്ളത്. അതിൽ 15 പേര് ലോകസഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാവ് ആയിരിക്കണം ഇതിൻ്റെ ചെയർമാൻ. വേറെ ആർക്കും ഇതിൻ്റെ ചെയർമാൻ സ്ഥാനം വഹിക്കാൻ കഴിയുന്നതല്ല. അത്രയും ഓർത്തോളൂ. ഇനി എന്താണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി? നിങ്ങൾക്കറിയാം 1950 നിലവിൽ വന്ന കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ആരുടെ ശുപാർശ പ്രകാരം? ജോൺ മത്തായിയുടെ ശുപാർശ പ്രകാരം. ജോൺ മത്തായി 1948 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റൊക്കെ അവതരിപ്പിച്ച വ്യക്തിയാണ് ജോൺ മത്തായി. ആ ജോൺ മത്തായിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്? കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് നിലവിൽ വന്നത് 1964 കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അത് നിലവിൽ വന്നത്. ക്ലിയർ അല്ലേ? ഇനി എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഒന്ന് ഓർത്തുകൊള്ളുക. കാരണം നമ്മുടെ ഓരോ സഭയുടെയും പ്രത്യേകിച്ച് എത്തിക്സ് കമ്മിറ്റികളുണ്ട്. സഭാ അംഗങ്ങളുടെ ധാർമ്മികത പരിശോധിക്കുന്നത്. അതായത് അധാർമികമായിട്ട് എന്തെങ്കിലും പ്രവൃത്തി ഒരംഗം ചെയ്താൽ എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയിൽ വരും. ആ അംഗം ധാർമ്മികമായിട്ട് എന്തെങ്കിലും തെറ്റായി അല്ലെങ്കിൽ അധാർമികമായി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ വലിയ ചർച്ചയായ വിഷയങ്ങളുണ്ടല്ലോ. പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ആരോ പണം ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ അധാർമികമായി ഒരംഗം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത്തരത്തിൽ അധാർമികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരംഗത്തിനെതിരെ വിചാരണ ചെയ്യുന്ന കമ്മിറ്റിയാണ് എത്തിക്സ് കമ്മിറ്റി. എത്തിക്സ് കമ്മിറ്റി ശുപാർശ ചെയ്യും. ഈ അംഗം ഗുരുതരമായ പിഴവ് വരുത്തിയിട്ടുണ്ട്, നടപടി വേണം, അംഗത്വം തന്നെ റദ്ദ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയാണ് എത്തിക്സ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത്. നോക്കൂ, അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ചെയർമാനായി വരേണ്ട കമ്മിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്താണ് നോക്കാം. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എവിടെ? രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിന് അഥവാ ആക്ഷേപ വിചാരണ നടത്തുന്നതിന്, കഴിഞ്ഞൊരു ചോദ്യപേപ്പറിൽ PSC ഉപയോഗിച്ചിരുന്ന വാക്ക് അത് തന്നെയാണ്, ആക്ഷേപ വിചാരണ. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എവിടെയാണ് ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിക്കേണ്ടത്? രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രമേയം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലാണോ ലോകസഭയിലാണോ അതോ രണ്ട് സഭയിലും കൂടെ ഒരുമിച്ച് അവതരിപ്പിക്കണമോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ഏതെങ്കിലും ഒരു സഭയിൽ. രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏതെങ്കിലും ഒരു സഭയിൽ, പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ. പാർലമെൻറ്റിൽ. ഇതാണ് ആൻസർ. തീർച്ചയായിട്ടും ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? സി ആണ് ഓപ്ഷനായി വരുന്നത്, ഏതെങ്കിലും ഒരു സഭയിൽ. പക്ഷേ ഇംപീച്ച് ചെയ്യുന്നതിനോ അത് ഇരു സഭകളും 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയിരിക്കണം. ഇരു സഭകളും 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയാൽ മാത്രമേ രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഒരു കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആർട്ടിക്കിളൂടെ പഠിക്കുക. രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടന വകുപ്പ് ഏത്, അനുച്ഛേദം ഏത് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 61.
ഇന്ത്യൻ ഭരണഘടനയിലെ 61-ാം അനുച്ഛേദത്തിലാണ് രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മറക്കാതിരിക്കുക. 61-ാം വകുപ്പിലാണ് ഇംപീച്ച്മെൻറ്റ് എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി എന്ന് ചോദിച്ചാൽ അത് USA-യിൽ നിന്ന് കടം വാങ്ങി. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വ്യക്തമായി പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയല്ലോ? ഇംപീച്ച്മെൻറ്റ് വിശദമായി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് ഓർത്തു പോകണം. അതുകൊണ്ടാണ് ഞാൻ ഈ ആർട്ടിക്കിൾ വെരി ഇമ്പോർട്ടൻറ്റ്, കടം വാങ്ങിയ സ്ഥലം വെരി ഇമ്പോർട്ടൻറ്റ്. ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നടപടി എന്ന് നിങ്ങൾക്കറിയാം. പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയുടെ പേരാണ് ഇംപീച്ച്മെൻറ്റ്. അതിന് ആക്ഷേപ വിചാരണയിലൂടെ പുറത്താക്കുക. അങ്ങനെ ആക്ഷേപ വിചാരണ നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു സഭയിൽ ആദ്യം പ്രമേയം അവതരിപ്പിക്കണം. 3/2 ഭൂരിപക്ഷത്തിൽ ആ സഭ പാസ്സാക്കണം. അടുത്ത സഭയ്ക്ക് അയക്കണം. ആ സഭയും 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കാം അടുത്ത ചോദ്യം. എന്താണ് നെക്സ്റ്റ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്? രാഷ്ട്രപതിയുടെ യോഗ്യതയിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ യോഗ്യതകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദവും നിങ്ങൾക്കറിയാം, 58. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി ക്വാളിഫിക്കേഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ആർട്ടിക്കിൾ 58, 58-ാം വകുപ്പിലാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ യോഗ്യതകളെക്കുറിച്ച്. രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യുന്ന നടപടികൾ 61-ാം വകുപ്പിലാണ്. 58-ൽ രാഷ്ട്രപതിയുടെ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 58-ാം വകുപ്പ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് തികഞ്ഞിരിക്കണം, ലോകസഭാംഗമാകാൻ വേണ്ട യോഗ്യതയുണ്ടായിരിക്കണം, ശമ്പളം പറ്റി മറ്റ് ജോലി ചെയ്യുന്ന വ്യക്തിയാകരുത്, കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന വ്യക്തിയാകരുത്. ഈ 4 കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അല്ലാതെ പ്രത്യേക ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ ഒന്നും വേണ്ട രാഷ്ട്രപതിക്ക്. പക്ഷെ ഇവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നോക്കുമ്പോൾ എല്ലാം രാഷ്ട്രപതിയുടെ യോഗ്യതയിൽ ഉൾപ്പെട്ടതല്ലേ എന്ന് തോന്നിപ്പോകും. ഇന്ത്യൻ പൗരനായിരിക്കണം, നമ്മൾ പഠിച്ചതാണ്. 35 വയസ്സ് തികഞ്ഞിരിക്കണം, അതും ആവശ്യമാണ്. ലോകസഭാ അംഗമായിരിക്കണം, ഇവിടെയാണ് വിഷയം. നമ്മൾ പഠിച്ചത് എന്താണ്? ലോകസഭാ അംഗമാകാനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. രാഷ്ട്രപതി ലോകസഭാ അംഗമല്ല, രാജ്യസഭാ അംഗമല്ല, പാർലമെന്റിലെ ഒരു സഭയിലും അംഗമല്ലെങ്കിലും ഹീസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. പക്ഷെ ലോകസഭ അംഗവുമല്ല, രാജ്യസഭ അംഗവുമല്ല. അപ്പോൾ ലോകസഭ അംഗമായിരിക്കണം എന്ന് പറയുന്ന ഈ പോയിന്റാണ് യോഗ്യതയിൽ ഉൾപ്പെടാത്തത്. ഇത് ഉൾപ്പെട്ടതാണ്, അടുത്തതും ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് തികഞ്ഞിരിക്കണം. ഇത് നമുക്കൊന്ന് തിരുത്തി പറയാം. ലോകസഭ അംഗമാകാനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. ഇവിടെ അംഗമായിരിക്കണമെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അത് പക്ഷെ നോക്കി തന്നെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി തന്നെ പോകണം. ഇനി ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 3 3 മാത്രം എന്ന് കിടക്കുന്ന ആൻസർ ബി ഓപ്ഷനാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ബി ഓപ്ഷനാണ്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് ഈ പറയുന്നത്? സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആര്? സംയുക്ത സമ്മേളനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പാർലമെന്റിലെ 2 സഭകളും ഒരുമിച്ച് ചേരുന്ന സമ്മേളനം, രാജ്യസഭയും ലോകസഭയും ഒരുമിച്ച് ചേരുന്ന സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 108 പ്രകാരമാണ്. എന്തിനാണ് ഈ സംയുക്ത സമ്മേളനം കൂടുന്നത്? ടു റിസോൾവ് എ ഡെഡ്ലോക്ക് ബിറ്റ്വീൻ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ് ഓവർ ദി പാസേജ് ഓഫ് എ ബിൽ. ഒരു ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രപതി സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. സംയുക്ത സമ്മേളനം ഈ ആർട്ടിക്കിൾ മറക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരെന്നാണ് ചോദ്യം. വിളിച്ചുകൂട്ടുന്നതാണ് രാഷ്ട്രപതി എന്ന് പറഞ്ഞത്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ. PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആര്? ലോക്സഭാ സ്പീക്കർ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നു. നമ്മുടെ ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ
സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും? സ്പീക്കറുടെ അഭാവത്തിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ലോകസഭയിൽ സ്പീക്കർ ഇല്ല എങ്കിൽ അടുത്ത സ്ഥാനം ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ. പക്ഷെ വേറൊരു ചോദ്യം വരും, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആര്? അത് തീർച്ചയായിട്ടും രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കും എന്താണ് ലോകസഭാ സ്പീക്കർ, ലോകസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആര്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആര്? അത് രാഷ്ട്രപതി. എങ്കിലും ഒരു 2 ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യയിൽ ആദ്യത്തെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച സ്പീക്കർ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടക്കുന്നത് 1961 നിങ്ങൾക്കറിയാം. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് MA അയ്യങ്കാറാണ്. ആരാണ്? MA അയ്യങ്കാർ. MA അയ്യങ്കാർ. അതായത് ലോകസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാലും MA അയ്യങ്കാർ. അദ്ദേഹമാണ് ആദ്യമായിട്ട് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. എന്നാൽ 1961 സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി, ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പോൾ ഈ ചോദ്യം ഒന്ന് വ്യക്തമായി മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ചോദ്യം എന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ സ്പീക്കറായി പ്രവർത്തിച്ചതാര്? ഇതും ഒരു സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. ലോങ്സ്റ്റ് സെർവിംഗ് സ്പീക്കർ ഓഫ് ലോക്സഭ ബലിറാം ഭഗത്താണോ, ബൽറാം ധാക്കർ ആണോ, GMC ബാലയോഗിയാണോ, മീരാകുമാറാണോ? വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കണം. ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ സ്പീക്കറായിരുന്ന വ്യക്തി ഒരു സംശയവും വേണ്ട, B ഓപ്ഷൻ തന്നെയാണ്, ബൽറാം ധാക്കർ ആണ്. ബൽറാം ധാക്കർ, ലോങ്സ്റ്റ് സെർവിംഗ് സ്പീക്കർ ഓഫ് ലോക്സഭ. അപ്പൊ സ്പീക്കർ ഓഫ് ലോക്സഭ ഷോർട്ടസ്റ്റ് ടേം, ഏറ്റവും കുറച്ചു കാലം സ്പീക്കറായി പ്രവർത്തിച്ച ആളാരാണ്? അതാണ് ആദ്യത്തെ ഓപ്ഷൻ, ബലിറാം ഭഗത്. ബലിറാം ഭഗത്. അങ്ങനെയാണെങ്കിൽ GMC ബാലയോഗിയോ? GMC ബാലയോഗി ഇന്ത്യയുടെ ലോകസഭാ സ്പീക്കറായ ആദ്യത്തെ ദളിതൻ. ദളിത് സമുദായത്തിൽ നിന്ന് ഇന്ത്യയിലെ ലോക്സഭാ സ്പീക്കറായ ആദ്യ വ്യക്തി GMC ബാലയോഗി. ഒരു ചോദ്യവും കൂടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. ഈ പ്രാദേശിക പാർട്ടിയുടെ നേതാവ് ലോകസഭാ സ്പീക്കറായ ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ലോകസഭയുടെ സ്പീക്കറായ പ്രാദേശിക പാർട്ടി നേതാവ് ആര്? വാസ്തവത്തിൽ അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത്. ഏതെങ്കിലും നാഷണൽ പാർട്ടിയുടെ ലീഡർ ആയിരിക്കുമല്ലോ സ്പീക്കറായി വരേണ്ടത്, സാധാരണ വരുന്നത്. എന്നാൽ ഒരു പ്രാദേശിക പാർട്ടി, നിങ്ങൾക്കറിയാം തെലുങ്ക് ദേശം എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടിയാണ്, നാഷണൽ പാർട്ടി അല്ല. അപ്പം തെലുങ്ക് ദേശത്തിൻ്റെ ഒരു പ്രതിനിധിയായി വന്ന ആളാണ് GMC ബാലയോഗി. അപ്പോൾ ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവ് സ്പീക്കറായി പ്രവർത്തിച്ചു. അതാരാണ് എന്ന് ചോദിച്ചാൽ GMC ബാലയോഗി. ആദ്യമായിട്ട് ഒരു ദളിത് സമുദായത്തിൽ നിന്നൊരു വ്യക്തി സ്പീക്കറായി പ്രവർത്തിച്ച ആരെന്ന് ചോദിച്ചാൽ GMC ബാലയോഗി. മീരാകുമാർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ്. രണ്ടാമത്തെ വനിതാ സ്പീക്കർ ആരാണ്? എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ വനിതാ സ്പീക്കർ സുമിത്ര മഹാജൻ ആണ്, അല്ലേ? രണ്ടാമത്തെ സ്പീക്കർ അതാണ് സുമിത്ര മഹാജൻ. ആദ്യത്തെ ആരാണ്? മീരാകുമാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചോളൂ. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യയിൽ ലോകസഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാരാണ്? ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്പീക്കറായി വന്നല്ലോ. അതാരാണ്? സോമനാഥ് ചാറ്റർജിയാണ്. ആരാണ്? സോമനാഥ് ചാറ്റർജി. മറക്കരുത്. ഇനി പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യ സ്പീക്കർ ആരാണ്? അത് ആദ്യത്തെ സ്പീക്കറായിരുന്ന GV മൗലങ്കർ ആണ്. രണ്ടാമത്തെ വ്യക്തി GMC ബാലയോഗിയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അത്രയും കാര്യങ്ങൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർത്തോളുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് നെക്സ്റ്റ് ചോദ്യം നോക്കാം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വളരെ
വിപുലമായ ചുമതലകളാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇന്ത്യയുടെ ഭരണഘടനാ തലവനാണ്, ഒന്നാമത്തെ പൗരനാണ്, സർവ്വ സൈന്യാധിപനാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഉൾപ്പെടാത്തത്, അതാണ് നമ്മുടെ ചോദ്യം. നോക്കൂ, പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും നിയമിക്കൽ രാഷ്ട്രപതിയുടെ ചുമതലയിൽ ഉൾപ്പെട്ടതല്ലേ? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആര്? കേന്ദ്ര ക്യാബിനറ്റിലെ മന്ത്രിമാരെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി തന്നെയാണ്. ഇത് ഉൾപ്പെട്ടതാണ്. അടുത്ത, പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയല്ലേ? അത് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽപ്പെട്ടതല്ലേ? ആണ്. ഇനി ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത്, ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണോ? ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയെ നമുക്ക് പറയാം. എന്നാൽ ജില്ലാ കോടതിയിലെ ജഡ്ജിയെ നിയമിക്കുന്നത് ഗവർണറല്ലേ? ഗവർണറല്ലേ ജില്ലാ കോടതിയിൽ ജഡ്ജിയെ നിയമിക്കുന്നത്? അപ്പോൾ ഈ പോയിന്റ് ഉൾപ്പെടാത്തതാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇതും രണ്ടും ഉൾപ്പെട്ടതാണ്. സോളിസിറ്റർ ജനറലിനെ നിയമിക്കൽ, ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന സോളിസിറ്റർ ജനറൽ നിയമിക്കുന്നത് രാഷ്ട്രപതി അല്ല. എന്തുകൊണ്ട്? സോളിസിറ്റർ ജനറൽ എന്നൊരു പോസ്റ്റ് ഭരണഘടനാ പദവിയേ അല്ല. അറ്റോർണി ജനറലാണ് ഭരണഘടനാ പദവി. ഇന്ത്യൻ ഭരണഘടനയിലെ 76-ാം വകുപ്പ് പ്രകാരം അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ അറ്റോർണി ജനറലിന് സഹായിയായി വരുന്ന, സബോർഡിനേറ്റായി വരുന്ന ആളാണ് സോളിസിറ്റർ ജനറൽ. ഭരണഘടനാ പ്രകാരം അതൊരു പദവിയേ അല്ല, ഭരണഘടനാ പദവിയേ അല്ല സോളിസിറ്റർ ജനറൽ. ആ സോളിസിറ്റർ ജനറൽ നിയമിക്കുന്നത് ക്യാബിനറ്റിൻ്റെ നിയമന കമ്മിറ്റിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഒരു നിയമന കമ്മിറ്റിയാണ് സോളിസിറ്റർ ജനറൽ നിയമിക്കുന്നത്. അത് രാഷ്ട്രപതി അല്ല നിയമിക്കുന്നത്. അപ്പോൾ ഇതും രാഷ്ട്രപതിയുടെ ചുമതലയിൽ വരുന്നതല്ല. അപ്പം പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും രാഷ്ട്രപതി നിയമിക്കുന്നത് ഭരണഘടനയുടെ 75-ാം വകുപ്പ് പ്രകാരം. ആർട്ടിക്കിളും കൂടെ ഒന്ന് ഓർത്തോളൂ. ആർട്ടിക്കിൾ 75 പ്രകാരം ഇവരെ നിയമിക്കുക എന്നത് രാഷ്ട്രപതിയുടെ ചുമതലയിൽ ഉൾപ്പെട്ടതാണ്. ഇനി പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി അംഗീകാരം നൽകുമ്പോൾ അഥവാ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും. ഇവിടെ ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ നമുക്ക് രാഷ്ട്രപതി എന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് എന്ന് മാത്രം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് രാഷ്ട്രപതി എന്ന് പറയാമായിരുന്നു. പക്ഷേ ജില്ലാ കോടതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സെൻറ്റൻസ് നമുക്കൊന്ന് തിരുത്തി പറയാം. എങ്ങനെ പറയാം? ശരിയാക്കുന്നത് എങ്ങനെ? സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ്, സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ്. ഇവിടെ ജില്ലാ ജഡ്ജി എന്നാണ് പറഞ്ഞിരിക്കുന്ന ഇടയ്ക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതി, ജില്ലാ കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് ഗവർണർ. ക്ലിയർ അല്ലേ? ഇനി സോളിസിറ്റർ ജനറൽ ഞാൻ പറഞ്ഞു. അപ്പം 1ഉം 2ഉം മാത്രമാണ് ചുമതലയിൽ ഉൾപ്പെട്ടത്. 1ഉം 2ഉം ഓപ്ഷൻ വന്നിട്ടുണ്ടോ? 1ഉം 2ഉം. പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും നിയമിക്കൽ, പാർലമെൻറ്റ് പാസ്സാക്കിയ അത് ഉൾപ്പെട്ടത്. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക, രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തതാണ് നമ്മുടെ ചോദ്യം. ഞാൻ ഇത് രണ്ടും ഉൾപ്പെട്ടതെന്നാണ് പറഞ്ഞു. അപ്പോൾ ഉൾപ്പെടാത്തത് തീർച്ചയായിട്ടും ഇത് രണ്ടും അല്ലേ? അപ്പം 3ഉം 4ഉമാണ്. ഉൾപ്പെട്ടതെന്ന് ചോദിച്ചെങ്കിൽ 1ഉം 2ഉം എന്ന് പറയാമായിരുന്നു. ഇവിടെ ഉൾപ്പെടാത്തത് 3ഉം 4ഉമാണ്. 3ഉം 4ഉം ഉണ്ടോ? ആൻസർ സി ഓപ്ഷനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്താണ് നോക്കാം അടുത്ത ചോദ്യം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നതെന്ന്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ചോദ്യമാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരം, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ എന്താണ് ആദ്യ സമ്മേളനം നടന്നതെന്ന്. പുതിയ പാർലമെൻറ്റ് മന്ദിരം 2023 മെയ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതൊക്കെ നിങ്ങൾക്കറിയാം. ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് ഉറപ്പായിട്ടും ഇതാണ് ഡേറ്റ്, 2023 സെപ്റ്റംബർ 19. ആ ഡേറ്റ് നമ്മൾ ഒരിക്കലും മറക്കൂല. കാര്യം ആ ആദ്യ സമ്മേളനത്തിലാണ് പരമപ്രധാനമായൊരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയത്.
അതായത് ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യം അവതരിപ്പിച്ച് പാസ്സാക്കിയ ബില്ല് ഏതാണ്? അതാണ് നാരി ശക്തി വന്ദൻ അധിനിയം. 2023 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വനിതാ സംവരണ നിയമം. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഡൽഹി നിയമസഭയിലേക്കും 33% വനിതാ സംവരണം അനുവദിച്ചുകൊണ്ട് പാസ്സാക്കപ്പെട്ടൊരു ബില്ലാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യം പാസ്സാക്കിയ ബില്ലാണ്. അതുകൂടെ ഓർമ്മിച്ചോളൂ. അപ്പോൾ 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം. ബാക്കി 3 ഡേറ്റും കൂടെ എന്താണെന്ന് പറ. നോക്കൂ, 2023 സെപ്റ്റംബർ 18 പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം. അതിൻ്റെ പിറ്റേ ദിവസമാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പം പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടന്നതെന്ന് 2023 സെപ്റ്റംബർ 18 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നതെന്ന് 2023 സെപ്റ്റംബർ 19. ഈ ഡേറ്റ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്. 2023 മെയ് 28. 2023 മെയ് 28 ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി നോക്കൂ, 2020 ഡിസംബർ 10 ലാസ്റ്റ് ഓപ്ഷൻ. 2020 ഡിസംബർ 10 എന്താണ്? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടതാണ്. ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത്. അപ്പോൾ ഈ 4 ഡേറ്റും പ്രധാനപ്പെട്ടതാണ്. കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളായി വരാവുന്നതാണ്. ഒന്ന് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. 2023 സെപ്റ്റംബർ 18 പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം. പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേരൊക്കെ നിങ്ങൾക്കറിയാം. എന്താണ്? സംവിധാൻ സദൻ എന്നറിയപ്പെടുന്നത്, അല്ലേ? സംവിധാൻ സദനിൽ അവസാനമായി സമ്മേളനം നടന്നതാണ് സെപ്റ്റംബർ 18. 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം. 2023 മെയ് 28 പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 2020 ഡിസംബർ 10 ശരിക്ക് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിടുന്നത്. ക്ലിയർ അല്ലേ? ഈ എല്ലാം പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്, ഒന്ന് ഓർത്ത് വെച്ചോളുക. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്താണെന്ന് നോക്കാം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡി. പുതിയ പാർലമെൻറ്റ് മന്ദിരം, സംവിധാൻ സദൻ. ശരിയാണോ? പുതിയ പാർലമെൻറ്റ് മന്ദിരം ആണോ സംവിധാൻ സദൻ? അത് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേരല്ലേ? അപ്പോൾ ഇത് തെറ്റല്ലേ? ഇനി നോക്കൂ, പഴയ പാർലമെൻറ്റ് മന്ദിരം സെൻട്രൽ വിസ്ത. സെൻട്രൽ തെറ്റല്ലേ? അത് സെൻട്രൽ വിസ്ത പദ്ധതി എന്ന് പറയുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിര നിർമ്മാണ പദ്ധതിയുടെ പേരല്ലേ? പുതിയ പാർലമെൻറ്റ് മന്ദിര നിർമ്മാണ പദ്ധതിയുടെ പേരല്ലേ സെൻട്രൽ വിസ്ത പദ്ധതി? അപ്പോൾ അത് തെറ്റാണ്. തിരിഞ്ഞു വന്നിരുന്നെങ്കിൽ 2 ജോഡിയും ശരിയായിരുന്നേനെ, അല്ലേ? ഇത് നോക്കൂ, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേരല്ല സംവിധാൻ സദൻ. പുതിയ പാർലമെൻറ്റ് മന്ദിരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂ സൻസദ് ഭവൻ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് ശരിക്കും നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് സൻസദ് ഭവനാണ്. അപ്പോൾ പുതിയ സൻസദ് ഭവൻ എന്ന് പറയുന്നതിലും തെറ്റില്ല, പുതിയ പാർലമെൻറ്റ് മന്ദിരം. ഇനി നോക്കൂ, സംയുക്ത സമ്മേളനം അനുച്ഛേദം 108 ശരിയല്ലേ? ശരിയായ ജോഡിയല്ലേ? നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് 108 വകുപ്പ് പ്രകാരമാണ്. മണി ബില്ലിൻ്റെ അനുച്ഛേദം എത്രയാണ്? 110 തന്നെയാണ്. ആർട്ടിക്കിൾ 110 ആണ് മണി ബിൽ എന്തെന്ന് നിർവചിക്കുന്നത്. അപ്പോൾ ഇതും ശരിയല്ലേ? അപ്പോൾ ശരിയായ ജോഡി എന്ന് പറയുന്നത് 3ഉം 4ഉം അല്ലേ? അങ്ങനെ ഉണ്ടോ ഓപ്ഷൻ? ഉണ്ട്. ബി ഓപ്ഷൻ 3ഉം 4ഉം ശരിയായ ജോഡികൾ. സിമ്പിളാണ് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്താണ് നോക്കാം. നെക്സ്റ്റ് ചോദ്യം, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകളേവ. നല്ലൊരു ചോദ്യമാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67B നടപടിക്രമം നിർദ്ദേശിക്കുന്നു. അതായത് ഉപരാഷ്ട്രപതിയെ റിമൂവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം എന്ന് പറയുന്നത് 67B എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ശരിയോ തെറ്റോ? അബ്സല്യൂട്ട്ലി റൈറ്റ്. ശരി തന്നെയാണ് കേട്ടോ.
അപ്പം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67B തന്നെയാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പ്രതിപാദിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവന തന്നെയാണ് വേണ്ടത്. അപ്പം ഇത് ശരി തന്നെയാണ്. രണ്ടാമത് നോക്കൂ, ലോകസഭയാണ് മുൻകൈ എടുക്കേണ്ടത്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിന് മുൻകൈ എടുക്കേണ്ടത് ലോകസഭ എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. തികച്ചും തെറ്റാണ്. ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വൈസ് പ്രസിഡന്റ് ഈസ് ദി എക്സ് ഒഫിഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. അപ്പോൾ മുൻകൈ എടുക്കേണ്ട ലോകസഭയല്ല, രാജ്യസഭയാണ്. രാജ്യസഭയാണ് ഉപരാഷ്ട്രപതിയെ റിമൂവ് ചെയ്യുന്നതിന് മുൻകൈ എടുക്കേണ്ടത്. അപ്പോൾ ഇത് ശരി, ഇത് തെറ്റാണ്. നമുക്ക് വേണ്ട ശരിയാണ്. 1 വേണം, 2 വേണ്ട. 3 നോക്കാം. രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാണ്. ഇതൊക്കെയാണ് നിങ്ങൾ തെറ്റിക്കുന്നത്. ഇതൊക്കെ വളരെ തെറ്റാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നന്നായി മനസ്സിലാക്കി പോവുക. രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തോടെയാണോ പ്രമേയം പാസ്സാക്കേണ്ടത്? ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിന് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം പോരാ. രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റിയാണ് വേണ്ടത്, ഫലപ്രദമായ ഭൂരിപക്ഷം. രാജ്യസഭയിൽ അപ്പോഴെത്ര അംഗങ്ങളുണ്ടോ, ആ വാക്ക് ശ്രദ്ധിക്കുക, അപ്പോൾ എത്ര അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സഭയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണമല്ല. രാജ്യസഭയിൽ ഈ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ രാജ്യസഭയിൽ ടോട്ടൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ടോട്ടൽ അംഗങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം രാജ്യസഭയിൽ നിങ്ങൾക്കറിയാം, രാജ്യസഭയിലെ നിലവിലെ ആകെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 245 ഈ 245 5 സീറ്റ് വേക്കൻ്റായി കിടക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. 5 സീറ്റിൽ ആളില്ല. ഇപ്പം സഭയിൽ വരാത്തവരെന്നല്ല ഉദ്ദേശിക്കുന്നത്, രാജിവെച്ച് പോയവരോ അല്ലെങ്കിൽ ചിലപ്പോൾ കാലാവധി കഴിഞ്ഞു പോയിട്ട് പിന്നെ ഇനി തിരഞ്ഞെടുക്കാനുള്ളവരോ ഒക്കെ ആകാം. 5 സീറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 240 അംഗങ്ങളെ ഇപ്പോഴും ഉള്ളൂ. ടോട്ടൽ എണ്ണം എടുത്തു കഴിഞ്ഞാൽ സഭയിൽ പങ്കെടുക്കുന്നവരുടെ കാര്യമല്ല. ആ 240 പേരുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് പറയുന്നത്, പകുതിയിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരിക്കണം. അതിൻ്റെ പകുതിയിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ രാജ്യസഭയിൽ എന്താണ്, കാര്യക്ഷമമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പ്രമേയം പാസ്സാക്കേണ്ടത്. കാര്യക്ഷമമായ ഭൂരിപക്ഷം മൊത്തം അംഗസംഖ്യയുടെ നിലവിൽ ഉള്ള അംഗസംഖ്യയുടെ 50% കൂടുതൽ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ എഫക്റ്റീവ് മെജോറിറ്റി കൊണ്ട് മാത്രമേ രാജ്യസഭ പ്രമേയം പാസ്സാക്കുകയുള്ളൂ. പക്ഷേ ആ രാജ്യസഭ പാസ്സാക്കുന്ന പ്രമേയം ലോകസഭയിൽ വന്നാൽ പിന്നെ 3/2 ഭൂരിപക്ഷം വേണ്ട. 3/2 ഭൂരിപക്ഷം വേണ്ട. അപ്പോൾ 3/2 ഭൂരിപക്ഷം വേണ്ട എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കേവല ഭൂരിപക്ഷം മതി. കേവല ഭൂരിപക്ഷം മതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ എത്ര ശതമാനം? സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതൽ പിന്തുണച്ചാൽ മതി ഈ പ്രമേയത്തെ. അപ്പോൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിന് മുൻകൈ എടുക്കേണ്ടത് ലോകസഭയല്ല, രാജ്യസഭയാണ്. എന്തുകൊണ്ട്? രാജ്യസഭയുടെ തലവനാണ് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ എക്സ് ഒഫിഷ്യോ ചെയർമാൻ അല്ലേ ഉപരാഷ്ട്രപതി എന്ന് പറയും. അപ്പോൾ രാജ്യസഭയിലാണ് ആദ്യം പ്രമേയം പാസ്സാക്കേണ്ടത്. രാജ്യസഭയിൽ പ്രമേയം പാസ്സാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ആ രാജ്യസഭയിൽ അപ്പോഴെത്ര അംഗങ്ങളുണ്ടോ എന്ന് ഇങ്ങനെയാണ് കണക്കാക്കുന്നത്. മൊത്തം അംഗസംഖ്യയിൽ ഇപ്പം വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകൾ ഒഴികെ ഉള്ള അംഗങ്ങളുടെ പകുതി കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പ്രമേയം പാസ്സാക്കിയിട്ട് ആ പ്രമേയം ലോകസഭയിലേക്ക് വന്നാലോ, ലോകസഭയിലെ കേവല ഭൂരിപക്ഷം മതി എന്ന് പറഞ്ഞാൽ ലോകസഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ കേവല ഭൂരിപക്ഷം അതിനെ പിന്തുണച്ചാൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാം. ഇനി ഈ 2 പോയിന്റുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തോടുകൂടി പ്രമേയം പാസ്സാക്കണം. കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 3/2 ഭൂരിപക്ഷം എന്നർത്ഥം അല്ല. അവിടെ എഫക്റ്റീവ് മെജോറിറ്റിയാണ് വേണ്ടത്. അപ്പം നിലവിലുള്ള അംഗങ്ങളുടെ പകുതി കൂടുതലാണ് വേണ്ടത്. ലോകസഭയിൽ വരുമ്പം ഇവിടെ എന്താണ് 3/2 ഭൂരിപക്ഷത്തിൽ ലോകസഭ വേണ്ട. ലോകസഭയിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടി ഈ പ്രമേയത്തെ സപ്പോർട്ട് ചെയ്താൽ മതി.
കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ലോകസഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ പകുതി കൂടുതൽ പിന്തുണച്ചാൽ മതി. അങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഉപരാഷ്ട്രപതി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇത് ശരിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67(b)യിൽ നടപടിക്രമം നിർദ്ദേശിക്കുന്നു. പിന്നെ അടുത്ത വരുന്നത് ഇത് ഒന്നും ശരിയല്ല. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഒന്ന് മാത്രം, ഈ ഒരൊറ്റ പ്രസ്താവന മാത്രമേ ശരിയായി വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇനി നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എന്താണെന്ന്. പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ശ്രദ്ധിക്കുക, രാഷ്ട്രപതിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ മുമ്പിലേക്ക് വന്നാൽ രാഷ്ട്രപതിക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ? ബില്ല് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം, തടഞ്ഞു വയ്ക്കാം, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം. അല്ലേ? ഹി മേ ഗീവ് ഹിസ് അസെന്റ് ഓർ ഹി മേ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ് ഓർ ഹി മേ റിട്ടേൺ ദി ബിൽ ഫോർ റീകൺസിഡറേഷൻ. ഇത് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തിൽപ്പെട്ടതാണ്. ഇവിടെ പറയുന്നു, നോക്കൂ, പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ മുമ്പിൽ വരുമ്പോൾ രാഷ്ട്രപതി അത് റദ്ദ് ചെയ്യുന്നു, അത് നിരസിക്കുന്നു, അംഗീകാരം തരില്ല എന്ന് പറയുന്നു. അത് എന്ത് അധികാരമാണ് അദ്ദേഹത്തിൻ്റെ എന്നാണ് ചോദ്യം. സമ്പൂർണ്ണ വീറ്റയാണോ? അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയും. അബ്സല്യൂട്ട് മെജോറിറ്റി സമ്പൂർണ്ണ വീറ്റയാണോ? സസ്പെൻസീവ് വീറ്റയാണോ? പോക്കറ്റ് വീറ്റയാണോ? ക്വാളിഫൈഡ് വീറ്റയാണോ? ഈ ക്വാളിഫൈഡ് വീറ്റോ രാഷ്ട്രപതി പ്രയോഗിക്കുന്നതല്ല. രാഷ്ട്രപതി പ്രയോഗിക്കുന്നത് 3 തരം വീറ്റോകൾ ഇതാണ്: സമ്പൂർണ്ണ വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. അതായത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രപതി അംഗീകാരം കൊടുക്കുന്നില്ല, നിരസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പറയുമല്ലോ സമ്പൂർണ്ണം, അതിനല്ലേ നമ്മൾ അബ്സല്യൂട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് മെജോറിറ്റി അല്ലേ അത്? ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇല്ല എന്ന് പറയുന്നു, അംഗീകാരമില്ല. അത് അബ്സല്യൂട്ട് മെജോറിറ്റി, അതിൻ്റെ ഇതാണ് ആൻസർ, സമ്പൂർണ്ണ വീറ്റോ. എന്നാൽ സസ്പെൻസീവ് വീറ്റോ, പവർ ഓഫ് പ്രസിഡന്റ് ടു റിട്ടേൺ ദി ബിൽ ഫോർ റീകൺസിഡറേഷൻ, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം സസ്പെൻസീവ് വീറ്റോ. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഈ സമ്പൂർണ്ണ വീറ്റോ പവർ ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? അത് 1954 ആദ്യത്തെ രാഷ്ട്രപതി തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. സസ്പെൻസീവ് വീറ്റോ, ബില്ല് തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അവിടെ ഒരു ചോദ്യം കൂടെ വേണമെങ്കിൽ ചോദിക്കാം. ഈ സസ്പെൻസീവ് വീറ്റോ അധികാരത്തെ പാർലമെൻറ്റിന് എങ്ങനെ മറികടക്കാം? ബില്ല് പുനഃപരിശോധിക്കൂ, ഇതിൽ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതി ഒരു ബില്ല് തിരിച്ചയക്കുകയാണ്. ആ തിരിച്ചയക്കുന്ന ബില്ലിനെ ഒന്നുകൂടി പാർലമെൻറ്റ് പാസ്സാക്കിയിട്ട് യാതൊരു മാറ്റവും വരുത്താതെ വീണ്ടും രാഷ്ട്രപതിയുടെ മുമ്പിൽ അയച്ചാൽ രാഷ്ട്രപതിക്ക് അംഗീകരിക്കുകയേ നിവർത്തിയുള്ളൂ. അപ്പം സസ്പെൻസീവ് വീറ്റയെ മറികടക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ബില്ല് പാർലമെൻറ്റിൽ ഒന്നുകൂടി അവതരിപ്പിക്കുക, അത്രയേ ഉള്ളൂ. സസ്പെൻസീവ് വീറ്റോ അധികാരം ഉപയോഗിച്ച ഇന്ത്യയിലെ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006 APJ അബ്ദുൽ കലാമാണ്. ഓർത്തോളുക. ഇനി നോക്കൂ, പോക്കറ്റ് വീറ്റോ. ഒരു ബില്ലിൽ യാതൊരു തീരുമാനമെടുക്കാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിൻ്റെ പേരാണ് എന്താണ്? പോക്കറ്റ് വീറ്റോ. അതായത് അനിശ്ചിതകാലം ബില്ല് തടഞ്ഞു വയ്ക്കാം. അതാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് സുപ്രീം കോടതി ഇടപെട്ട് അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ രാഷ്ട്രപതിയായാലും ഗവർണറായാലും അത് ബില്ല് അംഗീകരിച്ചിരിക്കണമെന്ന് ഇപ്പം ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. അത് ഈ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്ന അധികാരത്തെ റദ്ദ് ചെയ്യുന്നതല്ലേ എന്ന് സംശയമുണ്ട്. അത് ഒരുപാട് ആ വിധിയോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് നിയമവിദഗ്ധന്മാരൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശരി, നമ്മൾ പോക്കറ്റ് വീറ്റോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പവർ ഓഫ് പ്രസിഡന്റ് നോട്ട് ടു ടേക്ക് എ ഡിസിഷൻ അപ്പോൺ എ ബിൽ എന്ന് പറഞ്ഞാൽ ഹി നൈദർ റിജക്റ്റ് ദി ബിൽ നോർ അക്സെപ്റ്റ് നോർ റിട്ടേൺ, ഹി സിംപ്ലി കീസ് ദി ബിൽ പെൻഡിങ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ്. വളരെ അനിശ്ചിത കാലത്തേക്ക് ഒരു ബില്ല് തടഞ്ഞു വയ്ക്കുന്നു, യാതൊരു തീരുമാനവും എടുക്കാതെ തടഞ്ഞു വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിൻ്റെ പേരാണ് പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഗ്യാനി സെയിൽ സിംഗ് ആണ് 1986 ഒരു പോസ്റ്റ് ഓഫീസ് അമെൻമെൻറ്റ് ബില്ലാണ് അദ്ദേഹം തടഞ്ഞു വെച്ചത്. അത് ഓർമ്മിച്ചു കൊടുക്കുക. ഇത് വേണ്ട. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ചോദ്യത്തിൽ നിങ്ങൾ ഓർക്കാനുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം.
എന്താ പറയുന്നത് നോക്കാം. സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത് എത്ര ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിക്കൊണ്ടാണ്? സ്പീക്കറെ നീക്കം ചെയ്യണമെങ്കിൽ എത്ര ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിക്കൊണ്ട് മാത്രമേ ലോകസഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയൂ എന്ന് ചോദിച്ചാൽ ഉത്തരം 14 ദിവസം. ഈ 14 ദിവസം എന്ന് പറയുന്നത് മറ്റ് പല ചോദ്യങ്ങളുടെ ഉത്തരം കൂടിയാണ്. സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടെന്ന് ഓർത്തു വെച്ചോളുക. മണി ബില്ല് 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭ തിരിച്ചയക്കണം. മണി ബില്ല് അവതരിപ്പിക്കേണ്ടത് ലോകസഭയാണ്. ലോകസഭ പാസ്സാക്കിയാൽ മണി ബില്ല് പാസ്സായി രാജ്യസഭയ്ക്ക് അയച്ചു കൊടുക്കും. രാജ്യസഭ 14 ദിവസത്തിന് മുമ്പിൽ അത് തിരിച്ചയച്ചിരിക്കണം. ഒരു 14 ആയില്ലേ? ഇവിടെ പറഞ്ഞ സ്പീക്കറെ നീക്കം ചെയ്യുന്നുള്ള പ്രമേയം ലോകസഭയിൽ അവതരിപ്പിക്കേണ്ടത് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിക്കൊണ്ടാണ്. രണ്ടാമത്തെ 14 ആയില്ലേ? മൂന്നാമത്തെ ഇനിയും നമുക്ക് പറയാം, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിന് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. വേണ്ടേ? രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യുന്നതിന് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. ഇനി മറ്റൊരു 14 ദിവസം എന്താണ്? ലോകസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് സഭാ സമ്മേളനത്തിന് 14 ദിവസം മുമ്പ് മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. സഭാ സമ്മേളനത്തിന് 14 ദിവസം മുമ്പ് മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർത്തു വെച്ചോളുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് അടുത്ത ചോദ്യം? ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹു ഇഷ്യൂഡ് മോസ്റ്റ് നമ്പർ ഓഫ് ഓർഡിനൻസ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ഒരു സംശയവും വേണ്ട, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പാർലമെൻറ്റ് സമ്മേളിക്കാത്ത ഘട്ടത്തിൽ രാഷ്ട്രപതി നിയമനിർമ്മാണം നടത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഓർഡിനൻസ് എന്ന് പറയുന്നത്, അല്ലേ? എപ്പോഴാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? പാർലമെൻറ്റ് സമ്മേളിക്കാത്ത ഘട്ടത്തിൽ, അല്ലേ? അതൊക്കെ നമ്മൾ ഓർഡിനൻസിൽ വിശദമായി പഠിച്ചതാണ്. ആ ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. എങ്കിൽ ആ ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ച് 1-2 പ്രധാന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫസ്റ്റ് നാഷണൽ ഇന്റേണൽ എമർജൻസി ഇൻ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ബൈ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇൻ 1975 ജൂൺ 25. നിങ്ങൾക്കറിയാം, 1975 ജൂൺ 25 രാത്രിയിൽ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 2 പ്രധാന ചോദ്യങ്ങളായി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ച്. ഒരു ചോദ്യം കൂടെ ഓർമ്മിച്ചോളൂ, പദവിയിലിരിക്കെ മരണപ്പെട്ട രണ്ടാമത്തെ അഥവാ അവസാനത്തെ രാഷ്ട്രപതിയും ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അപ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഇത് തന്നെയാണ്, ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി. ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച, ആദ്യത്തെ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രാവശ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ടു പോയ ആദ്യ രാഷ്ട്രപതി ആരാണ്? അത് ദാ കിടപ്പുണ്ട്, ആള് ഡോക്ടർ സക്കീർ ഹുസൈൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ച് 2-3 പോയിന്റ് കിട്ടി എങ്കിൽ സക്കീർ ഹുസൈനെ കുറിച്ച് 2 പോയിന്റ് കൂടെ പഠിച്ചു കൊടുക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ സക്കീർ ഹുസൈനെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു സംസ്ഥാന ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആര്? ഒരു സംസ്ഥാന ഗവർണറായ ശേഷം ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. അതായത് ബീഹാറിൽ ഇദ്ദേഹം ഗവർണറായി പ്രവർത്തിച്ചു. അതിനുശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തികൾ വേറെയുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, വി ഗിരി കേരള ഗവർണറായിരുന്ന ആളാണ്, പിന്നെ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. അതെല്ലാം ചരിത്രമാണ്. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി PS-യുടെ സ്ഥിരം ക്വസ്റ്റ്യനാണ്. അത് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു ചോദ്യം, പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയും ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. 1969 രാഷ്ട്രപതിയായിരിക്കെ അദ്ദേഹം മരണപ്പെട്ടു പോയ ആളാണ്. അപ്പോൾ ആ 2 ചോദ്യങ്ങളോട് ഓർക്കുക. ഇനി ഇതാരാണ്? ഒരുപാട് തവണ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
അത്യാവശ്യം ഓർക്കേണ്ടുന്ന ചില പോയിന്റുകൾ മാത്രം ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത് PSC ചോദിച്ചൊരു ചോദ്യമാണ്, ഇന്ത്യൻ രാഷ്ട്രപതി പദവിയിലെത്തുന്നതിന് മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ. ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏത്? ഒരു സംശയമില്ല, വലിയൊരു പ്രധാന പദവി വഹിച്ചിരുന്നല്ലോ അദ്ദേഹം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ. അതായിരുന്നു ആൻസർ. അതിൽ ഭരണഘടനാ നിർമ്മാണ സഭ, പാർലമെന്റിന്റെ മുൻഗാമി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന 1946 ഡിസംബർ 6 നിലവിൽ വന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി, അതിനല്ലേ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ഥിരം അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മാത്രമാണോ അദ്ദേഹത്തെക്കുറിച്ച് അത് മാത്രം ഓർത്താൽ മതിയോ? പോരാ. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാരാണ്? ആരെയാണ് ബീഹാർ ഗാന്ധി എന്ന് വിളിക്കുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. ഒരുപാട് തവണ ചോദിച്ചുള്ള ചോദ്യമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്, തെരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതിയാണ്, നോൺ ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരാളേ ഉള്ളൂ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഒരുപാട് തവണ ചോദിച്ചുള്ളതാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി പ്രവർത്തിച്ച വ്യക്തി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ലോങ്സ്റ്റ് സെർവിങ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഞാൻ വേണമെങ്കിൽ ആ പീരീഡ് പറയാം. 1950 ജാനുവരി 26 മുതൽ 1962 മെയ് 13 വരെ. നോക്കൂ, 1950 ജാനുവരി 26 മുതൽ 1962 മെയ് 13 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി പ്രവർത്തിച്ച വ്യക്തി. ലോങ്സ്റ്റ് സെർവിങ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ചോദിക്കാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹു ഹെൽഡ് ഹിസ് ഓഫീസ് ഇൻ 2 ടേം റെഗുലർലി. 2 തവണ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി, തുടർച്ചയായി 2 തവണ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി പ്രവർത്തിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പക്ഷേ ഉപരാഷ്ട്രപതിമാർ 2 പേരുണ്ട്, ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഹമീദ് അൻസാരിയും. ഓർത്തുകൊള്ളുക ഇവിടെ. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയുടെ ഫസ്റ്റ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, രാഷ്ട്രപതിക്കാകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ കാർഷിക വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഒരുപാട് പറയാം രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് പറഞ്ഞാൽ, ഒരുപാട് പറയാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പല പരീക്ഷകൾക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ, 3 കൃതികളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അത് നിങ്ങൾ ആദ്യം സ്ഥിരം പരീക്ഷയ്ക്ക് വയ്ക്കുന്നത്. ഇന്ത്യ ഡിവൈഡഡ് ആരുടെ കൃതിയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യ ഡിവൈഡഡ്. ചമ്പാരൻ സത്യാഗ്രഹം മറ്റൊരു കൃതി, ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധി പാദങ്ങളിൽ, അറ്റ് ദി ഫീറ്റ് ഓഫ് ഗാന്ധി, അറ്റ് ദി ഫീറ്റ് ഓഫ് ഗാന്ധി അഥവാ ഗാന്ധി പാദങ്ങളിൽ എന്ന കൃതികളുടെ കർത്താവ് ആരാണ്? ഡോക്ടർ. ഈ 3 കൃതിയും ഏതാണ്ട് 1-2 കൊല്ലത്തിന് മുമ്പ് ഒരു വർഷം തന്നെ നടന്ന 3 പരീക്ഷയ്ക്ക് 3 കൃതികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു LGSലാണ് ഗാന്ധി പാദങ്ങളിൽ എന്ന കൃതിയുടെ കർത്താവ് ആരെന്ന് ചോദിച്ചത്. UPSCയുടെ ഒരു പരീക്ഷയ്ക്കാണ് അതേ വർഷം തന്നെ ഇന്ത്യ ഡിവൈഡഡ് എഴുതിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചത്. അതേ വർഷം തന്നെ ഒരു LD ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന കൃതി രചിച്ചതാര്. അതുകൊണ്ട് 3 പഠിച്ചു വയ്ക്കൂ. ഇന്ത്യ ഡിവൈഡഡ്, ചമ്പാരൻ സത്യാഗ്രഹം, അറ്റ് ദി ഫീറ്റ് ഓഫ് ഗാന്ധി അഥവാ ഗാന്ധി പാദങ്ങളിൽ രചിച്ചതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഞാൻ കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് പറഞ്ഞു, ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ച് പറഞ്ഞു, സക്കീർ ഹുസൈനെ കുറിച്ച് പറഞ്ഞു, KR നാരായണനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. രാഷ്ട്രപതിയായ ഏക മലയാളിയാണ്, ഉപരാഷ്ട്രപതിയായ ഏക മലയാളിയാണ്, ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതി. അത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. മലയാളി ആയതുകൊണ്ടാണ് കേരള PSC അങ്ങനെ ചോദിക്കുന്നത്. ഇന്ത്യയിലെ 10ാമത്തെ രാഷ്ട്രപതി ആരാണ്? KR നാരായണൻ. അപ്പോൾ ഇവരെയൊക്കെ കുറിച്ച് വിശദമായി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക പരീക്ഷയ്ക്ക് മുമ്പ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തെറ്റായ ജോഡികൾ കണ്ടെത്തുക. തെറ്റ് നമുക്ക് വേണ്ട തെറ്റാണ്. അപ്പോൾ ആ കീവേഡ്
നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ പല ചോദ്യം പറയുമ്പോൾ കീവേഡ് ചിലപ്പോൾ എനിക്ക് തന്നെ ആശയക്കുഴപ്പം വരാറുണ്ട്. ശരിയോ തെറ്റോ അത് വരാം, മനുഷ്യനല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഇട്ടിട്ട് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ട തെറ്റായ ജോഡിയാണ് ഇംപീച്ച്മെൻറ്റ് അനുച്ഛേദം 111 തെറ്റല്ലേ. ഇംപീച്ച്മെൻറ്റ് നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 61 അല്ലേ വരേണ്ടത്. അപ്പോൾ അത് തെറ്റായ ഇതല്ലേ. 101 എന്താണ് ശരിക്ക്? വീറ്റോ പവറിലേ 101 വരേണ്ടത്. അപ്പോൾ അത് തെറ്റാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ശരിയല്ലേ? 54-ാം വകുപ്പിൽ തന്നെയാണ്, അനുച്ഛേദത്തിൽ തന്നെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. വീറ്റോ പവർ വരുന്നത് 123 അല്ല, അതാണ് 111. വീറ്റോ പവർ വരുന്നതാണ് 111. 123 എന്താ വരുന്നത്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് 123 വരുന്നത്. രാഷ്ട്രപതിയുടെ കാലാവധി വളരെ കറക്റ്റാണ്. ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 56 56 തന്നെയാണ്. അപ്പോഴിവിടെ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 4ഉമാണ് ശരി. പക്ഷെ നമുക്ക് വേണ്ടത് തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉമാണ് നമ്മുടെ ഉത്തരം. അതെ, ഇവിടെ 1ഉം 3ഉം എ ഓപ്ഷനാണ് ഇവിടെ ശരിയായി വരുന്നത്. അപ്പോൾ ഈ തെറ്റായി വരുന്നത് നിങ്ങളൊന്ന് കറക്റ്റായി പഠിച്ചോളൂ. ഇംപീച്ച്മെൻറ്റ് ആർട്ടിക്കിൾ 61 ഇത് വീറ്റോ പവറാണ് വരേണ്ടത് അല്ലേ, 111. അപ്പം രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് കറക്റ്റാണ്, 54-ാം അനുച്ഛേദം. വീറ്റോ പവർ 111 പറഞ്ഞു. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആണ്. നോക്കൂ, രാഷ്ട്രപതിയുടെ കാലാവധി 56 കറക്റ്റ് തന്നെയാണ്, 56. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ചോദ്യത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.